BB7-ൽ അൺഫെയർ എവിക്ഷൻസ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം അഭിലാഷും ജിഷിനും ഔട്ടായപ്പോഴേ എല്ലാവരും അൺഫെയർ എവിക്ഷനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം സാബുമാൻ അകത്തിരിക്കുമ്പോൾ ഇവരെ ആരൗട്ടായാലും അത് അൺഫെയർ എവിക്ഷനായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇത്തവണ ഓഡിയിലും ജിസയിലും, പ്രത്യേകിച്ച് ജിസയിലിൻ്റെ എവിക്ഷൻ അൺഫെയർ ആണെന്നാണ് ജനങ്ങളെല്ലാവരും ഒരുപോലെ പറയുന്നത്. അപ്പോൾ സാബുമാൻ അകത്തിരിക്കുമ്പം ഇവരെല്ലാം കൂടി ഔട്ടാവുകയാണ്. എങ്ങനെയാണ് സാബുമാൻ അകത്തിരിക്കുന്നതെന്നറിയാം. നമ്മൾ ഓരോ ആർമിക്കാരും ഇപ്പം കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ അനുമോൾ എവിക്ഷനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനുമോളുടെ ഫാൻസ് എല്ലാം കൂടെ സാബുമാന് വോട്ട് ചെയ്ത് അഭിലാഷിനെയും ജിഷിനെയും ഔട്ടാക്കിയായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും രണ്ടുപേരും എവിക്ഷനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ ആർമിക്കാർ വന്നിട്ട് ബാക്കിയുള്ളവർക്ക് വോട്ട് ചെയ്ത് സാബുമാനൊക്കെ വോട്ട് കൊടുത്ത് അങ്ങനെ ജിസയിലൊക്കെ ഔട്ടായി പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പുറത്തുള്ള ഈ കളികൾ മാത്രമല്ല, അകത്തും ഇതേപോലത്തെ കളികൾ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എവിക്ഷനിൽ ഒരാൾ വരണമെങ്കിൽ അകത്തുള്ളവർ നോമിനേറ്റ് ചെയ്താൽ മാത്രമേ ഇവരൊക്കെ എവിക്ഷനിൽ വരൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 എവിക്ഷൻ നോക്കുകയാണെങ്കിൽ സാബുമാൻ ജസ്റ്റ് വന്നതാണ്, വെറും 2 വോട്ടിനാണ്. ബാക്കിയുള്ളവരൊക്കെ 3-4 വോട്ടിനൊക്കെ എവിക്ഷനിൽ വരുമ്പോൾ സാബുമാൻ നോമിനേഷൻ ലിസ്റ്റിൽ വന്നത് വെറും 2 വോട്ടിനാണ്. ഈ 2 പ്രാവശ്യവും സാബുമാനെ വോട്ട് ചെയ്തത് അനുമോളാണ്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടം നിവിനും അതിന് മുമ്പിലത്തെ വട്ടം ജിഷിനുമാണ് പിന്നെ സാബുമാനെ വോട്ട് ചെയ്തത്. വെറും 2 വോട്ടിനാണ് സാബുമാൻ നോമിനേഷൻ ലിസ്റ്റിൽ തന്നെ വന്നത്. അപ്പോൾ ഇനി അടുത്ത തവണ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാബുമാൻ ഈ നോമിനേഷൻ ലിസ്റ്റിൽ പോലും വരാൻ ചാൻസ് ഇല്ല. അനു മാത്രം വീണ്ടും അത് ചെയ്താലും ബാക്കി ആരും സാബുവിനെ നോമിനേറ്റ് ചെയ്തില്ലെങ്കിൽ അയാൾ നോമിനേഷൻ ലിസ്റ്റിൽ പോലും വരില്ല. അപ്പോൾ പിന്നെ വീണ്ടും സാബുമാൻ അവിടെ കിടക്കുമ്പോൾ ബാക്കിയുള്ളവർ എവിക്റ്റായി പോകുന്ന അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക. ഇവർ ഗെയിം കളിക്കുന്നത് നോക്കിയിട്ടൊന്നുമല്ല കണ്ടസ്റ്റൻസ് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത്. പരസ്പരം ആരോടാണ് പകയും വിരോധവും ഉള്ളത്, അല്ലെ ആരാണ് തനിക്കെതിരെ കളിക്കുന്നത് എന്ന് നോക്കിയിട്ട് വെറുതെ അങ്ങ് നോമിനേഷൻ പറയുക ചെയ്യുന്നത്. അല്ലാതെ ലേസി ആയിട്ടിരിക്കുന്നതും വാഴ എന്ന് പറയുന്നതും അങ്ങനെയൊന്നും നോക്കിയിട്ടൊന്നുമല്ല ഇതിനകത്ത് പിന്നെ നോമിനേഷൻ ലിസ്റ്റിലെ ആൾക്കാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പുറത്ത് മാത്രമല്ല, അകത്താണ് ഫസ്റ്റ് ഇവരെ നോമിനേറ്റ് ചെയ്ത് എവിക്ഷൻ ലിസ്റ്റിൽ ഇടേണ്ടത്. അതിനുശേഷം മാത്രമേ പുറത്തുള്ള കളികൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ആഴ്ച എവിക്ഷൻ വരുമ്പം കണ്ടറിയാം ഇത് സാബു എവിക്ഷൻ ലിസ്റ്റിൽ തന്നെ വരുമോ എന്നുള്ളത്, അല്ലെങ്കിൽ വീണ്ടും അൺഫെയർ എവിക്ഷൻ തുടരുമെന്നാണ് പറയാനുള്ളത്.